നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീൻ സാറാണ്. പ്രാക്ടിക്കൽസ് ക്വിക്ക് റിവിഷൻ. കോൺവെക്സ് ലെൻസ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടുന്ന രണ്ട് പ്രാക്ടിക്കൽസിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്നാണ് കോൺവെക്സ് ലെൻസും. കേരളത്തിൽ പൊതുവേ ഒരു എക്സ്പെരിമെൻറ്റ് കോൺവെക്സ് ലെൻസും അല്ലെങ്കിൽ കോൺകേവ് മിററുമാണ്. കോൺവെക്സ് ലെൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ്. പുറത്തുള്ള ഇമേജ് ക്ലിയർ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കിട്ടണം. അതിൽ നിന്ന് കിട്ടുന്ന ഫോക്കൽ ലെങ്തിനെ നമ്മൾ പറയുന്നവർ റഫ് ഫോക്കൽ ലെങ്ത് എന്നാണ്. ആ റഫ് ഫോക്കൽ ലെങ്ത് ഇപ്പോൾ 10 ആണോ 15 ആണോ 20 ആണോ അതിനടുത്ത് കിട്ടണം നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ടാബ്ലർ കോളത്തിൽ കിട്ടുന്ന ഇക്വേഷൻ. അതായത് F = UV/U+V. 10 ആണ് റഫ് ഫോക്കൽ ലെങ്ത്, 10-നടുത്ത് കിട്ടണം. 15 ആണെങ്കിൽ 15-നടുത്ത്, 20 ആണെങ്കിൽ 20-നടുത്ത് കിട്ടണം. എന്നാലേ ഉത്തരം ശരിയാത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഉത്തരം ശരിയാണോ തെറ്റാണോ. കാരണം റഫ് ഫോക്കൽ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ഏകദേശം അതിനടുത്ത് കിട്ടും. ഇനി കോളം പറയുവാണെങ്കിൽ ടാബ്ലർ കോളത്തിനകത്ത് UV 1/U 1/V F = UV/U+V. മീൻ എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും വരുന്നതാണ്. U എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റും ലെൻസിനും ഇടയിലുള്ള ദൂരമാണ് U, ലെൻസിനും സ്ക്രീനും ഇടയിലുള്ള ദൂരമാണ് V. ഇത് ക്ലിയർ ആയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ F = UV/U+V നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. 5ഓ 6ഓ ഒബ്സർവേഷൻ ചെയ്യുന്ന നന്നായിരിക്കും. കാരണം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എളുപ്പമാണ്. 2 ഗ്രാഫുണ്ട്, UV ഗ്രാഫും 1/U 1/V ഗ്രാഫും. UV ഗ്രാഫിനകത്ത് നമ്മൾ ഗ്രാഫ് ഒരു പരാബോളിക് ഷേപ്പൊക്കെ കിട്ടും. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = OA + OB/4 ആണ്. 1/U 1/V ഗ്രാഫിനകത്ത് F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/OA + OB ആണ്. ഇതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഈ ഗ്രാഫുകളൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് പവർ ഓഫ് എ ലെൻസ് എന്തെന്നാണ്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. P = 1/F. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പവർ ഓഫ് എ ലെൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോപ്റ്ററാണ്. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ നമുക്ക് കോൺവെക്സ് ലെൻസ് ചെയ്യാം. ചെയ്യുന്ന മെത്തേഡെല്ലാം പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് കണ്ടുപിടിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ. സിമ്പിളായിട്ട് ഒരുപാട് പേർ കോൺവെക്സ് ലെൻസ് കിട്ടും, കോൺകേവ് മിററും കിട്ടും. ധൈര്യമായിട്ട് പിടിച്ചോളുക. ഫുൾ മാർക്ക് 40 മാർക്ക് മേടിച്ചോണം. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.